നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണമെന്നു തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി CP ജോൺ. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായത് അസം സ്വദേശി നൂർ ആലം. തൃശൂർ ഈസ്റ്റ് CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. തൃശൂർ മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറിയ അന്യസംസ്ഥാനക്കാരിയായ അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി അബൂബ മണ്ഡലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ വിധി മാറ്റിവെച്ചു. പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനാരോഗ്യമാണ് വിധി പ്രസ്താവന നടത്താത്തതെന്ന് വിശദീകരണം. 2025 ജനുവരി 27 നടന്ന ഇരട്ട കൊലപാതകത്തിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ എല്ലാവരും കൂട്ടായ സഹകരണം ഉണ്ടാകണമെന്നും തുറന്ന പോരാട്ടത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സർക്കാർ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി KA തുളസി. +1 ജില്ലാതല പ്രവേശനോത്സവം കോങ്ങാട് KPRP സ്കൂളിൽ. കുന്നംകുളം വടുതല UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വള്ളത്തോൾ പഞ്ചായത്തിലെ വിവിധ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. മുതുവടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം ഉള്ളതു തന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരക്മാർക്ക് ദുരിത ജീവിതം. വാർത്തകൾ വിശദമായി. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പാലിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണമെന്നു തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കും. കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനയുമായി ചർച്ച ചെയ്യും. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ സ്വന്തം നിലയ്ക്ക് പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. നിയമവിരുദ്ധ നടപടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ സംരക്ഷണത്തിനാണ് നികുതി ഇളവ് UDF സർക്കാർ പ്രഖ്യാപിച്ചത്. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ നയം. എന്നാൽ പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയനുകളുടെ ഒരു സംയുക്ത നിവേദനം എനിക്ക് കിട്ടി. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. വിശദമായ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും അവരായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ഈ 9, 10, 11 തീയതികളിലായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ തന്നെ അത് പറയുന്നതിൽ തെറ്റില്ല. പ്രിയദർശിനി വന്നതുകൊണ്ട് സാമ്പത്തികമായ ഉണ്ടായ റൂട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഔദ്യോഗികമായ ഒരു കമ്മിറ്റി വയ്ക്കുന്നതാണ്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട ആളുകൾ മൊഴി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ 33,000 പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിപ്പോൾ 8,000-ത്തിനടുത്തേക്ക് ചുരുങ്ങിയത് പ്രിയദർശിനി കൊണ്ടല്ല. അപ്പോൾ ഒരു ക്രൈസിസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു നടപടിയും എടുത്തതായി നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ നമ്മുടെ പുതിയ ഗവൺമെൻറ് എന്ന രീതിയിൽ, ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ 33,000 ബസ്സുകൾ വെറും 7,000, 8,000 ആയിട്ട് കുറഞ്ഞതെന്നും കൂടെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ടാക്സ് 50% നമ്മൾ കുറച്ചത്. ടാക്സ് കൂട്ടാതല്ലാതെ ഇതിനു മുമ്പ് ഒരിക്കലും സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ആ ടാക്സ് കുറച്ചതിലൂടെ തന്നെ പൊതുഗതാഗത രംഗത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ഗവൺമെന്റ് അവരെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ വിധി മാറ്റിവെച്ചു. പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനാരോഗ്യമാണ് വിധി പ്രഖ്യാപിക്കൽ മാറ്റിയത്. 2025 ജനുവരി 27 നടന്ന ഇരട്ട കൊലപാതകത്തിൽ 82 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു.
2025 ജനുവരി 27 നടന്ന ഇരട്ടക്കൊലപാതക കേസിൽ 82 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ തിരുത്തുംപാടം 58 വയസ്സുള്ള സുധാകരന്റെ അമ്മ 76 വയസ്സുള്ള ലക്ഷ്മിയെയും അയൽവാസിയായ ചന്താമരയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിലെ ഏകപ്രതിയും ചന്താമര മാത്രമാണ്. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ചന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന ജ്യോത്സ്യൻ ചന്താമരയെ അറിയിച്ചതാണ് സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചന്താമര ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് കോളനിയിൽ എത്തിയത്. ജാമ്യത്തിലിറങ്ങിയ ചന്താമര ജാമ്യവ്യവസ്ഥ ലംഘിക്കാനിടയാക്കിയത് പോലീസിന്റെ വീഴ്ചയാണ്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചിരുന്ന ചന്താമര ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത്. പോലീസ് പിടികൂടിയ ശേഷം അയൽവാസികൾക്കെതിരെ ചന്താമര വധഭീഷണി മുഴക്കിയിരുന്നു. പ്രതി ചന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് സുധാകരന്റെയും സജിതയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പ്രദേശവാസികളും ഇതേ ആവശ്യമുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ അനാശ്വാസ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അസം സ്വദേശി നൂർ ആലം ആണ് പിടിയിലായത്. തൃശൂർ ഈസ്റ്റ് CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അസമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 ഒഡീഷ സ്വദേശി ധൻപത് നായികാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 2 സ്ത്രീകളും 4 പുരുഷന്മാരുമടക്കം 6 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കോരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന അനാശ്വാസ കേന്ദ്രത്തിലായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും സുഹൃത്തും എത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി ധൻപതും അനാശ്വാസ കേന്ദ്രം നടത്തിപ്പുകാരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. ഇടിവള കൊണ്ടടക്കം ക്രൂരമായി ധൻപത് നായിക്ക് ആക്രമിക്കപ്പെട്ടു. ചികിത്സയിലിരിക്കെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ധൻപത് നായിക് മരിച്ചത്. സംഭവത്തിന് ശേഷം അസമിലേക്ക് കടന്ന മുഖ്യപ്രതി നൂർ ആലമാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അന്യസംസ്ഥാനകാരിയായ അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. പ്രതിയെ റിമാൻഡ് ചെയ്തു. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി 25 വയസ്സുള്ള അബൂബ മണ്ഡൽ ആണ് പോലീസിന്റെ പിടിയിലായത്. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയായ അസം സ്വദേശിനിയെ താമസ സ്ഥലത്തെത്തി അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡൽ എന്നയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി വൈകിട്ട് 7:30 സംഭവം. അതിജീവിത താമസിക്കുന്ന മുറിയിലേക്ക് പ്രതി അതിക്രമിച്ചു കയറുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ആക്രമത്തെ അതിജീവിത എതിർത്തപ്പോൾ പ്രതി ഇവരെ നിലത്ത് തള്ളിയിട്ടു. റൂമിന്റെ പടിയിൽ കാലിടിച്ചു വീണ് അതിജീവിതയുടെ കാൽപാദം ഒടിഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ മാള പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ SHO സബ് ഇൻസ്പെക്ടർ വിശാഖ് K. വിശ്വൻ, SI വിനോദ് കുമാർ, SI-മാരായ നജീബ് ബാവ, സാജിദ, CPO-മാരായ ജോയി ഡെന്നിസ്, ജവഹർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടാകണമെന്നും തുറന്ന പോരാട്ടത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സർക്കാർ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി KA തുളസി. കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന +1 ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി KA തുളസി. നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ കുറെ നാളുകളായി ലഹരിയുടെ വിപണനവും ഉപഭോഗവും വലിയ തോതിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെതിരെയുള്ള ഒരു തുറന്ന പോരാട്ടം നമ്മളെല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പദ്ധതി. അപ്പൊ നമ്മളൊക്കെ തന്നെ അതിന്റെ ഒരു ഈ തൂഫാൻ വാരികന്മാരായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം കൊച്ചുകുട്ടികളാണെങ്കിലും കുറച്ച് അഡോളസെന്റ് സ്റ്റേജിലുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മുടെ കണ്ണുള്ളിൽ കാണുന്ന നമുക്ക് ആകർഷകമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിയ നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പ്രത്യേകിച്ച് ഒരു അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വളരെയധികം കാര്യമായിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സൂര്യ മുഖ്യാതിഥിയായി. ജൂഡ് ലൂയിസ് RDD മലപ്പുറം സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം PR ശോഭന, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ TM ഷറഫുദ്ദീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ S. പത്മജ, വാർഡ് അംഗം K. ബിന്ദു, PTA പ്രസിഡന്റ് MP സുരേഷ് കുമാർ, പ്രധാനാധ്യാപിക R. ബീന മോൾ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MP ശ്യാമള സ്വാഗതവും TM ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കുന്നംകുളം വടുതല UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട് കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിൽ എത്തിയപ്പോൾ കടന്നൽക്കൂട് കണ്ടത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ ഷീ ലോഡ്ജിലേക്കുള്ള നിയമനങ്ങളും അർഹതയില്ലാത്തവർക്ക് വീടുകൾ നൽകിയതും അഴിമതിയാണെന്ന് ആരോപിച്ച് UDF വള്ളത്തോൾ നഗർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടെ UDF കടന്നു വന്നിരിക്കുകയാണ്. UDFന് ഇവിടെ മെമ്പർമാരുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ UDFന് കഴിയും. നമുക്കറിയാം, ചെറുതുരുത്തി പറഞ്ഞ മേഖലയ്ക്ക് മാത്രം കേരളത്തിലെ ഭരണമാറ്റം തീരെ അറിയാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അത് കലാമണ്ഡലമാണെങ്കിലും ചെറുതുരുത്തിയിലെ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഈ ഭരണമാറ്റത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്തു. ചെറുതുരുത്തി ചുങ്കത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടന മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ അധ്യക്ഷത വഹിച്ചു. RSP തൃശൂർ ജില്ലാ സെക്രട്ടറി PV പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. CMB മണ്ഡലം സെക്രട്ടറി ദേവൻ മണ്ണഴി, UDF നേതാക്കളായ CKM അഷറഫ്, PT തമ്പിമണി, PA അബ്ദുൽ ജബ്ബാർ, K മോഹൻദാസ്, PC ബാബു, KM ഷാജി, മനോജ് തൈക്കാട്ട്, KM മുഹമ്മദ്, VM ഷഹീർ, ബീന രവി, ആരിഫ ഷംസുദ്ദീൻ, PA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ TB മൊയ്തീൻകുട്ടി സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുതുവടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം, ഉള്ളതുതന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരക്മാർക്ക് ദുരിത ജീവിതം. സാക്ഷരതാ മിഷൻ നൽകേണ്ട 40% തുക ലഭിക്കാത്തതാണ് പ്രേരക്മാരുടെ ഓണറേറിയം പ്രതിസന്ധിയിലാകാൻ കാരണം. കോട്ടയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ഇവർക്ക് മാസം തോറും ഓണറേറിയമായി നൽകുന്ന തുകയെങ്കിൽ 60% സംഖ്യ അതാത് ഗ്രാമപഞ്ചായത്തുകളാണ് നൽകേണ്ടത്. ബാക്കി 40% തുക സംസ്ഥാന സാക്ഷരതാ മിഷനാണ് നൽകേണ്ടത്. എന്നാൽ സാക്ഷരതാ മിഷൻ നൽകേണ്ട തുക വർഷങ്ങളായി വിതരണം ചെയ്യാറില്ലെന്നും മാസം തോറും ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രേരകന്മാർ പറയുന്നു. വേതനം ഏറ്റവും കുറഞ്ഞ ഈ വിഭാഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലിഭാരം എന്നും പറയുന്നു. പഞ്ചായത്തിന്റെ നികുതി പിരിവ് ഉൾപ്പെടെ 20 മേഖലകളിൽ ഇവർ പണിയെടുക്കണം. എല്ലാ ദിവസവും രാവിലെ 9 പണി തുടങ്ങിയാൽ വൈകുന്നേരം 6 മണിയായാലും പണി തീർന്നിട്ടുണ്ടാവില്ല എന്നാണ് പ്രേരകന്മാരുടെ പരാതി. സാക്ഷരതാ മിഷൻ നൽകുവാനുള്ള കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അതേസമയം പാലക്കാട് ബ്ലോക്കിൽ പറളി പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും പ്രേരകന്മാർക്ക് മുഴുവൻ തുകയും പഞ്ചായത്തുകൾ നൽകുന്നുണ്ടെന്നും പറളി പഞ്ചായത്തിൽ മാത്രം 60% മാത്രമാണ് നൽകുന്നതെന്നും സംസ്ഥാന സാക്ഷരതാ മിഷന് നൽകേണ്ട 40% തുക ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണെന്നും പറയുന്നു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിജയോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. പഠിക്കുന്ന കാലത്ത് ടീച്ചർ ഓറിയന്റഡ് ആയിരുന്നു വിദ്യാഭ്യാസ പഠന പ്രവർത്തനങ്ങൾ. ടീച്ചേഴ്സ് ഓറിയന്റഡ് ആണ്, ടീച്ചർ കേന്ദ്രീകൃതമായിരുന്നു എന്നൊക്കെ. അതിന് മാറ്റം വന്നു. DPP എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം എന്നതോടുകൂടി പിന്നീട് കുട്ടികളെ കേന്ദ്രീകരിച്ച് പഠന പദ്ധതിയായിരുന്നു. പരീക്ഷയെ സംബന്ധിച്ചും പരിസ്ഥിതിയെ സംബന്ധിച്ചും ചുറ്റുപാടിനെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠന രീതികളാണ് പിന്നീട് വന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ വന്നു. ഞാൻ കൊണ്ട് വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ +1 കുട്ടികളെ നമ്മൾ അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല, ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നു. 2025-26 ബാച്ചിലെ ഉന്നത മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിനി M ആതിരയെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, മദർ സുപ്പീരിയർ ലോക്കൽ മാനേജർ മരിയ റെജിയാക്, വാർഡ് കൗൺസിലർ മുഹമ്മദ് ആഷിഖ്, സെന്റ് തെരേസസ് ഹെഡ്മിസ്ട്രസ് മരിയ ബെല്ല, ജൂനിയർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന റോസ്, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീന യോഹനാൻ, MPTA പ്രസിഡന്റ് ധന്യ ലക്ഷ്മണൻ, M ആതിര തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ D സിമി സ്വാഗതവും സ്മിത നന്ദിയും പറഞ്ഞു. വിജയോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വിതരണം ചെയ്തു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിനിയും നർത്തകിയുമായ
അശ്വതി ഗോപന്റെ നൃത്തപരിപാടി അരങ്ങേറി. കൂടാതെ +2 വിദ്യാർത്ഥികളുടെ നൃത്തവും ഉണ്ടായിരുന്നു. മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ എഴുത്തുകാരനും ട്രെയിനറുമായ ഹരീഷ് ബാബു വിഷയാവതരണം നടത്തി. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. ആധുനികമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന, സാമൂഹ്യ ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മൊബൈലുകൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ മൊബൈലിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് പൊതു അറിവ് നേടുന്നത് നമ്മുടെ പുസ്തക വായനയിലൂടെയും അതുപോലെ തന്നെ പൊതു സമൂഹത്തിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. മൊബൈൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇപ്പോൾ മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മളെങ്ങനെ പോക്കറ്റിൽ ഉണ്ടെന്നു അല്ലേ, മൊബൈൽ ഉണ്ടാകുന്നു. അപ്പോൾ മൊബൈല് നമ്മൾക്ക് നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട് നമ്മൾക്ക് മാറി. പക്ഷെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപയോഗം മാത്രമേ പറയൂ. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KR കർപ്പകം സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർ നസീമ റിയാസ് ആശംസകൾ അർപ്പിക്കും സ്കൂൾ ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. മുൻ PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, MPTA പ്രസിഡന്റ് നിഷ, സ്കൂൾ പ്രധാനാധ്യാപിക അനിത, ഹയർ സെക്കൻഡറി അധ്യാപകരായ ഹരിദാസ് C, രതീഷ് M എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല C ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി. സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി മക്കളെ അറിയാൻ എന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൗഹൃദ കോർഡിനേറ്റർ ശ്രീകല ക്ലാസ് നയിച്ചു. കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഷിബു G നായർ കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസും നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്ഷ്മി നാരായണ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം 8-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പകൽ 1:30-ന് പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു വർഷം നീണ്ടുനിന്ന വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് സമാപനമാകുന്നത്. 1976-ൽ പാലപ്പുറത്ത് ചെറിയ ട്യൂട്ടോറിയൽ കോളേജായാണ് ആരംഭം. നിലവിൽ ലക്ഷ്മി നാരായണ കോളേജ് CBSE അഫിലിയേഷനുള്ള ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ, ലക്ഷ്മി നാരായണ ആൻഡ് സയൻസ് കോളേജ്, ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ, ലക്ഷ്മി നാരായണ സിൽടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾക്കായി 50 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കലാകാരന്മാരെയും ആദരിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട വിദ്യാലയത്തിലെ സപ്പോർട്ട് സ്റ്റാഫ് അംഗമായ ശിവദാസിന് മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ചടങ്ങിൽ കൈമാറും. K പ്രേംകുമാർ, PT നരേന്ദ്രമേനോൻ, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മുതൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം മോഹൻദാസ് നയിക്കുന്ന ഗാനമേള അരങ്ങേറും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെയും അവിടെയുള്ള കലാകാരന്മാരെയും ആദരിക്കുകയുണ്ടായി. സമാപന സമ്മേളനം ജൂലൈ 8 ബുധനാഴ്ച 1:30-ന് ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മുഖ്യാതിഥിയായി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റപ്പാലത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളായ ശ്രീ PT നരേന്ദ്രമേനനും ശ്രീ മണ്ണൂർ രാജകുമാരനെയും അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചെയർമാൻ K രാമകൃഷ്ണൻ, ഒറ്റപ്പാലം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ N പ്രദീപ്, മായന്നൂർ ലക്ഷ്മിനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുക്കുന്ന വിദ്യാർത്ഥികളായി മാറണമെന്നും
വായനാശീലം തുടരണമെന്നും താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ പറഞ്ഞു. മണ്ണൂർ നഗരിപ്പുറം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച SSLC+2 വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേ മതിയാകും, ചുമതലകൾ ഏറ്റെടുത്തേ മതിയാകും. അതിൽ നിന്ന് ഒളിച്ചുകൂടി കൊടുക്കുന്ന ഭീരുക്കളായി നിങ്ങൾ ആരും മാറുക. നിങ്ങൾ നാളെ സർക്കാർ ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസിൽ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായി മാറുമ്പോൾ അവിടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇല്ലേ, അവിടുത്തെ ബാങ്കിലൊക്കെ നല്ല ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ 1000 ദിവസം നടക്കില്ല, 1000 മാസം നടക്കില്ല. പക്ഷെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആ ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ തിരിച്ചോടി പോകാൻ, അതിൽ നിന്ന് ഒളിച്ചോടി പോകാൻ നമ്മൾ എവിടെയും രക്ഷപ്പെടില്ല. കരയോഗം പ്രസിഡന്റ് സത്യകുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗത്തിലെ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ അനുമോദന സദസ്സിന് കരയോഗം ഭാരവാഹികൾക്ക് പ്രത്യേക അഭിനന്ദനവും താലൂക്ക് സെക്രട്ടറി അറിയിച്ചു. താലൂക്ക് യൂണിയൻ മെമ്പർ സന്തോഷ് കുമാർ, കരയോഗം മെമ്പർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. അപർണ പ്രാർത്ഥന ആലപിച്ചു. കരയോഗം സെക്രട്ടറി വിജയലക്ഷ്മി സ്വാഗതവും കരയോഗം വൈസ് പ്രസിഡന്റ് നാരായണൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തേനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിനുള്ള കുറ്റിയടിക്കൽ കർമ്മം നടന്നു. പ്രത്യേക പൂജകൾ, കലശങ്ങൾ, ബാലാലയ പ്രതിഷ്ഠ എന്നിവ നടന്നു. തന്ത്രി പനാവൂർ മനക്കിൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രശില്പിയും വാസ്തുവിദഗ്ധനുമായ K. കൃഷ്ണൻ എമ്പ്രാന്തരി, ക്ഷേത്രം മേൽശാന്തി ഞാറക്കോട്ടുമഠം രാമചന്ദ്രൻ എന്നിവർ കാർമ്മികരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണമെന്നു തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി CP ജോൺ. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായത് അസം സ്വദേശി നൂർ ആലം. തൃശൂർ ഈസ്റ്റ് CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. തൃശൂർ മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറിയ അന്യസംസ്ഥാനക്കാരിയായ അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി അബൂബ മണ്ഡലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ വിധി മാറ്റിവെച്ചു. പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനാരോഗ്യമാണ് വിധി പ്രസ്താവന നടത്താത്തതെന്ന് വിശദീകരണം. 2025 ജനുവരി 27 നടന്ന ഇരട്ട കൊലപാതകത്തിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ എല്ലാവരും കൂട്ടായ സഹകരണം ഉണ്ടാകണമെന്നും തുറന്ന പോരാട്ടത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സർക്കാർ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി K. തുളസി. +1 ജില്ലാതല പ്രവേശനോത്സവം കോങ്ങാട് KPRP സ്കൂളിൽ. കുന്നംകുളം വടുതല UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വള്ളത്തോൾ പഞ്ചായത്തിലെ വിവിധ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. മുതുവടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം ഉള്ളതു തന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരക്മാർക്ക് ദുരിത ജീവിതം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.